ദുരന്തർ ദ റിവെഞ്ച് അഥവാ ദുരന്തർ പാർട്ട് 2യുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. 3 മിനിറ്റും 25 സെക്കൻഡും ഉള്ള ട്രെയിലറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മോനെ പേട്ട ഐറ്റം. ഇതൊക്കെ കൂടാതെ ഈ സിനിമ ആക്ച്വലി ഇറങ്ങുന്നത് മാർച്ച് 19 ആണെങ്കിലും മാർച്ച് 18 വൈകുന്നേരം 5 മണി തൊട്ട് സ്പെഷ്യൽ പെയ്ഡ് പ്രീമിയർ ഷോസ് ഉണ്ട്. അതായത് നമുക്ക് ഏർലി ആക്സസ് ആയിട്ട് സിനിമ കാണാൻ പറ്റും. പൈസ കൊടുത്ത് കുറച്ച് കൂടുതൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഞാൻ അതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ PXL സിനിമ കാണുന്നത്. അപ്പോൾ ബുക്ക് നൗ ഫോർ പെയ്ഡ് പ്രിവ്യൂസ് എന്ന് പറഞ്ഞ് ഈ ഒരു ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ മക്കളെ പറഞ്ഞേ പറ്റുള്ളൂ, ട്രെയിലർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പഴയ സാധനങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടിരിക്കണം, വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നൈസായിട്ട് ഒരു 21 സെക്കൻഡ് കഴിയുമ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വണ്ണിനേക്കാളും പെട ഒരു സാധനം വരുന്നുണ്ട് എന്നുള്ള ഒരു ഫീലാണ് നൽകുന്നത്. ഇതിനകത്ത് നമുക്ക് ബിട്രയൽ കാണേണ്ടി വരും, ഇതിനകത്ത് നമ്മൾ റിവെഞ്ച് കാണും, ഇതിനകത്ത് മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് സീനാവുന്ന എനിക്ക് തോന്നണത്. അങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇതിനകത്ത് നടിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഉള്ളതായിട്ടുള്ള ഒരു ഫീലൊക്കെ കാണുന്നുണ്ട്. എന്താണെന്നുള്ളത് നിങ്ങൾ ട്രെയിലർ കണ്ട് മനസ്സിലാക്കുക. ഇതിനകത്ത് കുറച്ച് ഷോട്ടൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ഇതുണ്ടോ, ഇതൊക്കെ കിടുക്കാച്ചി ഷോർട്സാണ്. ഇൻട്രൊഡ്യൂസിങ് ജസ്പ്രീത് സിംഗ് റാങ്കി എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതെന്താ കാരണം എന്നറിയാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് പടം കണ്ടേ പറ്റുള്ളൂ. കണ്ടു കഴിയുമ്പോൾ മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് പടത്തിൽ കണ്ട രൺവീറിൻ്റെ ക്യാരക്ടർ അല്ല ഈ കാണാൻ പോകുന്നത്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ജസ്പ്രീത് എന്നുള്ള ക്യാരക്ടർ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിച്ചേരുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ്. സഞ്ജയത്ത് ഇതിനകത്ത് അതുക്ക് മേലെ സീനാണെന്നാണ് ഫീൽ ചെയ്യണത്. ഇതിനകത്ത് മെയിനായിട്ട് സഞ്ജയത്തും അർജുൻ ആമ്പാലും ആയിരിക്കും എനിക്ക് തോന്നുന്നു കൊടൂര വില്ലന്മാരെന്നുള്ള വൈബാണ് എനിക്ക് കിട്ടുന്നത്. വണ്ണിനേക്കാൾ കൂടുതൽ സഞ്ജയത്ത് ഇതിനകത്ത് വിളയാടും എന്നുള്ളൊരു ഫീൽ നൽകുന്നുണ്ട്. പിന്നെ അർജുൻ ആമ്പാലിന് എന്തായാലും രൺവീർ കാച്ചൂടി നല്ല രീതിയിൽ നല്ല എട്ടിൻ്റെ പണി കൊടുത്തിട്ട് പഞ്ഞിക്കിടുമെന്ന് എനിക്ക് തോന്നണത്. അതെനിക്കത് ആ വൈബ് എനിക്ക് അടിക്കുന്നുണ്ട് ഇതിനകത്ത്. അതാണ് മെയിൻ റിവെഞ്ച് എന്നുള്ള ഒരു വൈബ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് രൺവീറിൻ്റെ ഒരു ഷോട്ട് ഉണ്ട് കേട്ടോ, അതേ ഈ ഒരു സാധനം ദ സ്റ്റോറി ഓഫ് അൺനോൺ മെൻ അൺഫോൾഡ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ പല്ലൊക്കെ ഇങ്ങനെ ഒരു രക്ഷയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഷോട്ട്. സംതിങ് ഇസ് കമ്മിങ്, സംതിങ് ഡിഫറെൻറ്റ് ഇസ് കമ്മിങ്. പിന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഒരു കട്ട് എക്സ്പ്ലോഷൻ്റെ ഇടയിൽ നിന്ന് രൺവീർ ഫുള്ള് ഡെബ്രി കുളിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ക്രോൾ ചെയ്ത് വരുന്നേക്കാം. വി ആർ ഗോയിങ് ടു സീ എ ലോഡ് ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഈ ക്യാരക്ടർ ബേസ് ചെയ്തിരിക്കുന്നത് ലൂസ്ലി ബേസ്ഡ് ഓൺ ആ റിയൽ ലൈഫ് പേഴ്സണാണ്. അപ്പോൾ ആ പേഴ്സൺ എന്ത് പറ്റിയെന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെയും എൻഡെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഒരു കട്ട ആക്ഷൻ പാക്ഡ് ഒരു കിണ്ണ സാധനം ആണ് വരുന്നതെന്നുള്ള ഒരു ഫീല് എന്തായാലും കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ ഡയറക്ടർ സ്റ്റേറ്റ്മെൻറ്റ് വിട്ടിട്ടുണ്ട്, ഫ്രം ദ ഡയറക്ടർ ഓഫ് ഉറി സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് ഉടനെ ദുരന്തർ ഇങ്ങനെ അങ്ങോട്ട് കാണിക്കുന്നത്. മോനെ അത് എന്താണല്ലേ ആളുടെ ഈ ഫിലിമോഗ്രാഫി, 2 പടം എടുത്തിട്ടുള്ള 2 എണ്ണം വെറുതെ റേഞ്ച് സാധനങ്ങൾ. പുള്ളിയുടെ പൊളിറ്റിക്സ് എന്തോ ആയിക്കോട്ടെ, പടം ആസ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് അറ്റ് തിയേറ്റർ വേറെ റേഞ്ച്, വേറെ ലെവൽ എക്സ്പീരിയൻസ് നൽകിയ സിനിമകൾ. അതുപോലെ തന്നെ ഇതിനകത്ത് എക്സ്പ്ലോഷൻ വയലൻസ് ഒക്കെ ഒരു മയില ബീസ്റ്റ് മോഡ് ഓടുന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ നമ്മുടെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ദുരന്തർ 2 ദ റിവെഞ്ച് പോസ്റ്റർ, ആ പോസ്റ്ററിൻ്റെ സീൻ നോക്കിയിട്ട് ലൈറ്റിംഗ് ഒക്കെ നോക്കിയിടേ, കോമ്പോസിഷനും ലൈറ്റിങ്ങും എൻ്റെ മുന്നേ ഒരു രക്ഷയില്ല, കളറിങ്ങൊന്നും ഒരു രക്ഷയില്ല, വേറെ ലെവല്. ഈ സീനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ബീസ്റ്റ് മോഡ് കാണിച്ചിട്ട് കാണിക്കണത് ഇങ്ങനെ ചോരയിലെന്തോ കുളിച്ച് നിൽക്കുന്ന ലെവല്. അത് ഇത് ആക്ച്വലി ലൈറ്റാണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ക്യാരക്ടർ എന്നുള്ളൊരു വൈബൊക്കെയാണ് നൽകുന്നത് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ മൊത്തത്തിലൊരു കിടുക്കാച്ചി, ഒരു കിഡ്ലോസ്കി ഒരു ട്രെയിലർ. 3 മിനിറ്റും 25 സെക്കൻഡും ഉണ്ട്. ഇങ്ങേര് പണി വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും ഇങ്ങേരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് മിക്കവാറും സഞ്ജയത്ത് തന്നെ തല്ലിക്കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം എനിക്ക് പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ DCP അയക്കുമ്പോൾ ദയവ് ചെയ്ത് ആദ്യത്തെ സിനിമക്ക് നടന്ന പോലത്തെ ഫക്കപ്പ് ഒന്നും ചെയ്യാതെ നോക്കുക. കാരണം ആദ്യം തന്നെ നല്ല DCP അയക്കുക, ക്വാളിറ്റിയുള്ള DCP അയക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. അല്ലാതെ
കഴിഞ്ഞ തവണത്തെ പോലെ ഫസ്റ്റ് ഡേ മോശം DCP വന്നിട്ട് അവസാനം ആകെ പ്രാന്ത് പിടിച്ച് രണ്ടാമത് പോയി കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടേണ്ട അവസ്ഥയൊന്നും ആയി വരരുത്. ദയവ് ചെയ്ത് ഇത്തവണ മര്യാദക്കുള്ള ഔട്ട് എടുത്ത് അയക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഈ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ഫുട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീൻസിന് ഫ്ലാറ്റ് ഫുട്ടേജ് അയച്ചു കൊടുക്കുകയും സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീൻസ് ഉള്ളവർക്ക് സ്കോപ്പ് ഫുട്ടേജ് അയച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീൻസും ഫ്ലാറ്റ് കണ്ടൻറ്റും ആയിരിക്കും ഫീസിബിൾ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വരുന്ന എല്ലാ സിനിമകളും OTTയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ TV-കളിലൊക്കെ വരുമ്പോൾ ഈ മോണിറ്റർ, നമ്മുടെ മൊബൈൽ എല്ലാം ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ആണ്, സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ഫ്ലാറ്റ് കണ്ടൻറ്റും കൂടെ നിങ്ങൾ കൊടുക്കുക. അതാത് ആൾക്കാർക്ക് അതാത് കണ്ടൻറ്റ് എടുക്കുക. ഔട്ട് എടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഒന്ന് ദയവ് ചെയ്ത്. അതുമാത്രമല്ല, നിങ്ങൾ പ്രോപ്പർ 4K അറ്റ്മോസ് ഔട്ട് ആദ്യത്തെ ദിവസം തന്നെ സെൻഡ് ഔട്ട് ചെയ്യുക. മിക്ക ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. പാവങ്ങൾ ഒരുപാട് സിനിമ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണുന്നത് പൊട്ട പ്രിൻറ്റ്, കച്ചറ കൂതറ പ്രിൻറ്റ് അവസ്ഥയിലാണെന്നുള്ള അധികം പേർക്ക് അറിയില്ല. ഫസ്റ്റ് 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അറ്റ്മോസ് പ്രിൻ്റൊക്കെ വരുന്നത്. അതൊക്കെ ഇവിടെ ഭയങ്കര ഷോ. അതൊക്കെ ഹോളിവുഡിനെ കണ്ടുപിടിക്കണം. അവർ മാക്സിമം ഫസ്റ്റ് ഡേ തന്നെ അറ്റ്മോസ് ഔട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ നമ്മൾ മലയാളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം മലയാള സിനിമകളും ഫസ്റ്റ് ഡേ തന്നെ 4K അറ്റ്മോസ് ഔട്ട് കൊടുക്കാറുണ്ട്. ആ കാര്യത്തിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് വലിയ കൈയടി, എഡിറ്റേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവർക്കും. അപ്പോൾ ഈ സിനിമയുടെ കേസിൽ ദയവ് ചെയ്ത്, ബോളിവുഡാണ് ഇൻഫേമസ് ഫോർ ബാഡ് DCPs. മിക്കവരും 2K DCP അയക്കുള്ളൂ, 4K അയക്കത്തില്ല. ഇത് കൂടാതെ അറ്റ്മോസൊക്കെ ചിലപ്പോൾ കരഞ്ഞ് കാല് പിടിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ദയവ് ഇത് ഇത്തരത്തിലുള്ള ഗജഗംഭീര പടങ്ങൾ വരുമ്പോഴേക്കും ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ മിനിമം 4K അറ്റ്മോസ് ഔട്ട് തന്നെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഡേ ഫസ്റ്റ് അല്ല, പ്രീമിയർ, ഏർലി പ്രീമിയർ കാണുന്നതാണ്. ഇതുകൊണ്ട് ഒരു ഗുണം കൂടി എന്താണെന്ന് അറിയാമോ? ഞാൻ എന്തായാലും മാർച്ച് 19 രാവിലെ ആട് 3 പ്ലാൻ ചെയ്തത് കാണാൻ. എന്തായാലും ആട് 3 ഞാൻ കാണുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദുരന്തർ കാണുമെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടത് ദുരന്തർ 2 എന്തായാലും കിടിലം പടമായിരിക്കും എന്നുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ രാവിലെ പോയി ആട് 3 കാണാം, അതിനുശേഷം ടോക്സിക് കാണാം, അതിനുശേഷം ദുരന്തർ 2 കാണാം. ആ മൈൻഡിലിരിക്കുന്നതായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് എവിടെയോ പറഞ്ഞിരുന്നു ഇത് പ്രീമിയർ വരും, കണ്ടോ, ടോക്സിക് അല്ലെങ്കിൽ ഇത് വരും എന്നുള്ള. ടോക്സിക് എന്തായാലും ഒന്നും ഇറങ്ങുന്നില്ല, അവർ പുഷ് ചെയ്ത് ഏപ്രിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഗുണം ചെയ്തു. അത് കൂടാതെ ദുരന്തറിന് GCCയിൽ ഓൾറെഡി ബാൻ ഉള്ളതുകൊണ്ട് അവരെന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ പോകില്ല. ആട് 3 ഇറങ്ങിയാലും ഇല്ലെങ്കിലും ദുരന്തർ 2 തലേദിവസം കാണാൻ പറ്റുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ആട് 3 ഇറങ്ങുകയാണെങ്കിൽ മാർച്ച് 19 രാവിലെ ഫ്രഷായിട്ട് പോയി ആട് 3 കാണാം, അതും എൻജോയ് ചെയ്യുക. തലേ ദിവസം മാർച്ച് 18 ഈ ഒരു ഞാൻ പെയ്ഡ് പ്രീമിയർ എടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് നേരത്തെ സിനിമയും കാണാം, അതും എൻജോയ് ചെയ്യാം. അപ്പോൾ ഐ ആം വെരി ഹാപ്പി. Thank you so much Aditya B62 Studios and Geo Studios for organizing such a paid preview show. നേരത്തെ എനിക്ക് പോയി കൂടുതൽ പൈസ കൊടുക്കാൻ ഞാൻ റെഡിയാണ്, ഒരു കുഴപ്പമില്ല. നേരത്തെ പടം കാണാം, അടുത്ത ദിവസം സമാധാനമായിട്ട് എനിക്ക് ആട് 3 കാണാം. സന്തോഷം. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈപ്പ് സിനിമകൾ വരുമ്പോൾ ഇതുപോലെ ചെയ്താൽ വളരെയധികം നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. വേണ്ടവരെടുത്താൽ മതി. പക്ഷേ ഇവിടുത്തെ മൾട്ടിപ്ലക്സുകൾ വേറെ ലെവലിൽ ലൂട്ടിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്നും കൂടി ഞാൻ പറയുന്നു. ബൈ ദ വേ, ഈ ഒരു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നല്ല ഓപ്പറേഷനാണ് ടിക്കറ്റ്, അതിലൊരു ഡൗട്ടും വേണ്ട. എനിക്ക് ഇതിന് 300 രൂപ കൂപ്പൺ ഉണ്ടായിരുന്നുകൊണ്ട് നിസാര വിലയ്ക്ക് എനിക്കിത് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, 300 രൂപ കൂപ്പൺ ഞാൻ അപ്ലൈ ചെയ്തിട്ടും എനിക്ക് വീണ്ടും ഒരു 140 സംതിങ് രൂപ കൊടുക്കേണ്ടി വന്നു. അതെ, ടിക്കറ്റ് പ്രൈസ് 400 രൂപ മുകളിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്, ഇൻക്ലൂഡിങ് ബുക്കിംഗ് ചാർജ്. അപ്പോൾ എൻജോയ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടവർക്കറിയാം എന്താണ് ഇപ്പോഴത്തെ പ്രൈസിങ്ങിൻ്റെ അവസ്ഥയെന്ന്. ഞാൻ ആദ്യം കയറി എടുത്തിട്ട് രാവിലെ 9 മണിക്ക് ബുക്കിംഗ് വന്നപ്പോൾ തന്നെ എടുത്തിട്ട് അതായിരുന്നു പ്രൈസ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറഞ്ഞ് എന്ത് ലെവലിലേക്ക് പ്രൈസിങ് പോകുന്നു പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ തന്നെ ലക്സിൻ്റെയൊക്കെ പ്രൈസിങ് 800 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്, ടാക്സും കൂടി ചേർത്ത് 900 രൂപ കണ്ടിട്ടുണ്ട്. അത് 1200 മുകളിൽ പോകുന്നു തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് കൊച്ചിയിലെ പ്രൈസിങ് വേണ്ട, മുംബൈയിലൊന്നുമല്ല. മുംബൈയിൽ 2000 3000 വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ട്രെയിലർ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ടിക്കറ്റ് പ്രൈസിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ശരി. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.